വീനീട് RP എന്നാണോ ഇത്? സോറി, തല കുത്തനെ വായിച്ചേ. ടാക്കോയി താങ്ക് യു ഫോർ ദ 10 കിക്ക് പോയിന്റ്സ്. ഞാൻ എന്തോ പറയൂത്ത, എനിക്ക് കോമഡി, എനിക്ക് ഇതൊക്കെ ചിരി വരുന്നു കുറെ കാര്യങ്ങൾ ആലോചിക്കുമ്പോ. സർപ്രൈസിലേക്കോ? എന്ത് സർപ്രൈസ്? എടാ, ഞാൻ കണ്ടു കുറെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ. ചുമ്മാ ചിൽ ഗൈസ്, നമ്മൾ ഇതിനെ പറ്റിയൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല. എനിക്ക് അതിനെ പറ്റിയൊന്നും നോ വേർഡ്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിന്ന് ചുമ്മാ ഫ്ലഫി. നമ്മളെന്താ കളിക്കാൻ വന്നേ? എമംഗസ് കളിക്കാം നമുക്ക്. പൈസ കൊടുക്കണോ? ചെറിയ പൈസ എടാ ചില്ലാവ്. നിങ്ങൾ വെറുതെ ഇവിടെ ഓരോ പേര് കൊണ്ടുവന്ന് സ്പാം ചെയ്യണ്ട. പുള്ളി ലൈവില് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഞാൻ ലൈവ് വരാനാവില്ലാന്ന് കരുതുകയായിരുന്നു ആക്ച്വലി. നിങ്ങൾക്ക് അറിയില്ല, ഞാൻ ഇന്നലെ അത്രയും മൈൻഡ് ഫോക്ക് ആയിട്ടാണ് പോയത്, ഇങ്ങനെ വെറുതെ വന്ന് ഓരോന്ന് സ്പാം ആക്കിയിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് ഇന്ന് ലൈവ് വരാനാവില്ലാന്ന് കരുതിയതിന്. പക്ഷെ പിന്നെ ചുമ്മാ ചില്ലായിട്ട് എല്ലാവർക്കും ഫണ്ണായിട്ട് ഇരുന്ന് കണ്ട് കുറച്ചു നേരം കളിക്കാമെന്ന് കരുതിയാണ്ട് വന്നതാണ്. അല്ലാതെ വേറെ കൂടുതലൊന്നും എനിക്കൊന്നും പറയാനില്ല ഒന്നിനെ പറ്റി. 6 പ്ലേയേഴ്സിനെ താത്തനെ ക്ഷയിക്കുന്നോ ബ്രോ? ആര് ഇവിടുന്ന് TV പോയി റിക്രൂട്ട് ചോദിച്ചു എന്ന് കേട്ടു. എനിക്കറിയില്ല, ഞാൻ അതിനെ പറ്റി അറിഞ്ഞിട്ടില്ല. ചോദിച്ചിരിക്കണ പാസ്റ്റിലെപ്പിലേയും ചോദിച്ചതാണോ, അല്ലെങ്കിൽ ഇതിപ്പം സ്പ്ലിറ്റപ്പ് ആയപ്പം ചോദിച്ചതാണോ എനിക്കറിയില്ല. ചോദിച്ചവർക്ക് വേണമെങ്കിൽ പോവാം, ഇവിടെ കളിക്കണം ഇവിടെ കളിക്കാം, അത്രേ ഉള്ളൂ. അതിലൊന്നും എനിക്ക് കമ്പാരിസൺ ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല ആക്ച്വലി, മനസ്സിലായോ? ഞാൻ അലക്സ് പോയ സമയത്തും എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു കേസ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ RP കമ്മ്യൂണിറ്റിയിൽ ന്യൂ ആണ്. എനിക്ക് വന്നതിൽ ഞാൻ അലക്സിനൊക്കെ അങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് പോയപ്പം എനിക്ക് അതിൻ്റെതായ സങ്കടം ഉണ്ടായിരുന്നു. അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം അതിൻ്റെതായ റീസൺ ഉണ്ട്. കാരണം വൈകുന്നേരം 4 മണി സമയത്ത് അലക്സിന്റെ സൈഡിൽ നിന്ന് ഒരു റിക്രൂട്ട്മെന്റ് സജഷൻ പറഞ്ഞിട്ട് 4 മണിക്ക് എൻ്റെ ഫോണിൽ 4-5 മണിക്ക് ഇതേമാതിരി അലക്സിന്റെ സൈഡിൽ നിന്ന് ഒരു റിക്രൂട്ട്മെന്റ് സജഷൻ തന്നിരുന്നു, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ്. ഇതേപോലെ 6 മണി 6:30 ആയപ്പം അലക്സ് വിളിച്ചുങ്ങാണ്ട് ഇതേമാതിരി പറയണത് TV ന്ന് ഇങ്ങനെ വിളി വന്നു, എനിക്ക് ഇങ്ങനെ പോയാൽ കൊള്ളാമെന്നുണ്ട്, വീട്ടിലൊക്കെ നല്ല പ്രഷറാണെന്ന് പറഞ്ഞപ്പം അത് എനിക്ക് പേഴ്സണലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഫീൽ ബാഡ് അടിച്ചു ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് മാക്കിനോട് ഇതേമാതിരി അത് സംസാരിച്ചപ്പോൾ മാക്കാണ് പറഞ്ഞത്, എന്നാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈഗിളിൻ്റെ അടുത്ത് നമുക്ക് തന്നെ ഒന്ന് വിളിച്ച് സംസാരിക്കാലോ. ബോസ് 999 താങ്ക് യു ഫോർ ദ 500 കിക്ക് പോയിന്റ്സ്. എന്തൊക്കെയാ ബോസ് നടക്കുന്നതെന്നോ? ഒന്നും നടക്കണില്ല. എനിക്കിതിൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഗ്യാങ്ങിൻ്റെ കാര്യങ്ങളായിട്ട് നമ്മളെ കാര്യങ്ങളായിട്ട് പോവുക. ബാക്കിയുള്ളതൊക്കെ നിങ്ങളെ ചിൽ ആയിട്ട് എടുത്താൽ മതി. വെറുതെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചാറ്റിൽ കൊണ്ടുവന്ന് ഓരോ കൊട്ട ചട്ടിയൊന്നും ഇവിടെ ഇടണ്ട. അത് അഡ്മിൻസ് ആരെയുള്ള വേർഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നവരൊക്കെ തൽക്കാലത്തിന് വേർഡ് ബ്ലോക്ക് ചെയ്തിട്ടേക്ക്. ചിലപ്പോൾ 1-2 ദിവസത്തിന് ഇതൊക്കെ ഉണ്ടാവും. എനിക്ക് അതിനെ പറ്റിയൊന്നും ഒന്നും പറയാനില്ല. ഞാൻ ഓപ്പണായിട്ട് പറയാലോ, എനിക്ക് അതിൽ ഫീൽ ബാഡ് അടിക്കാനും എനിക്ക് ബാഡ് ആവാനുള്ള റീസൺ ഇതാണ്. കാരണം 4 മണി 4:30 റിക്രൂട്ട്മെന്റ് സജഷൻ എടുത്ത് നമ്മളെ ഗ്യാങ് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരുത്തൻ 6-6:30 ആയപ്പം പോകണമെന്ന് പറഞ്ഞതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഹി ഗോട്ട് എ ഗുഡ് അനദർ ഓപ്പർച്യൂണിറ്റി. അത് ഞാൻ പിറ്റേത്തെ ദിവസം അവൻ ലൈവ് ഇട്ടപ്പോൾ അവൻ്റെ ലൈവിൽ സൂപ്പർ ചാറ്റ് ഇട്ടിട്ട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു വെറുതെ ഹെയ്റ്റ് കൊടുക്കണ്ട എന്നുള്ളത്. ആ സമയത്ത് എനിക്ക് വിഷമം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു സാധനത്തിന് അന്ന് അങ്ങനെ വന്നിട്ട് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് നിങ്ങൾക്ക് അറിയാത്ത ബാക്ക് എൻഡിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് എനിക്ക് ലൈവിൽ പറയാനും താല്പര്യമില്ല. എനിവേ ആ ഒരു സംഭവം നടന്നതിൻ്റെ പേരിൽ ഇതേപോലെ മാക്ക് ഈഗിളിനെ വിളിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ ഈഗിളാണ് പറഞ്ഞത്, ഞാൻ ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ബ്രോ, നമ്മളിങ്ങനെ മാക്ക് വിളിച്ചിട്ട് എന്താ പറഞ്ഞത്, ഇങ്ങനെ നമ്മളിങ്ങനെ ഇപ്പം സ്പ്ലിറ്റപ്പ് ആയി നമ്മളൊരു ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഈഗിൾ എന്തിനാ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്തതെന്നോ അങ്ങനെ എന്തോ ചോദിച്ചു പോലും. അപ്പോൾ ഈഗിൾ പറഞ്ഞാണ് ഞാനല്ല ചെയ്തത്, സേതു ഇങ്ങോട്ട് അവന് താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ കയറിയതാണെന്ന് പറഞ്ഞപ്പം നമ്മളത് അതോടുകൂടി വിട്ടു. പിന്നെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. പിന്നെ അതിന് ശേഷം ഞാൻ ഈവൻ അലക്സിനോട് ഒരു വട്ടം സംസാരിച്ചപ്പം നീ നോക്കിയിട്ട് നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്തോ, നിനക്ക് ഏതാ നല്ലതെന്ന് തോന്നുന്നത് വെച്ചാൽ നീ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അലക്സിനെ ഞാൻ വിട്ടത്. ഇല്ലെങ്കിൽ അലക്സ് പറയട്ടെ, അലക്സിനോട് ചോദിച്ചു നോക്ക്. അതിനുശേഷം അലക്സിന് മെസ്സേജ് അയച്ചിട്ടില്ല, ഈഗിളിന് വിളിച്ചിട്ടില്ല, മെസ്സേജ് അയച്ചിട്ടൊന്നുമില്ല. എനിക്ക് അതുകൊണ്ട് ഞാൻ പറയട്ടെ, എനിക്ക് ഈഗിളിനോട് ഒരു ഇതുമില്ല, ഈ പറഞ്ഞ TVനോട് ഒരു ഇതുമില്ല, ആരടുത്തും എനിക്ക് അങ്ങനത്തെ ഹെയ്റ്റോ പരിപാടിയോ ഒന്നുമില്ല. അത് ആ ഒരു ദിവസം നല്ല സങ്കടം ഉണ്ടായിരുന്നു, സീരിയസ്ലി നല്ല സങ്കടം ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്നൊരു ഷോക്കായ പോലെ ആയിരുന്നു. 2 മണിക്കൂറിൻ്റെ ഗ്യാപ്പ് കൊണ്ടൊക്കെ ഇങ്ങനെ
അങ്ങനെ പോവാണെന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് ഒരിക്കലും ആ ഒരു സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് എനിക്ക് ലൈവ് ഇട്ടുകൊണ്ട് ഞാൻ ഇതൊന്നല്ല, ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് കരുതിയിരുന്നു. അന്നേ ഞാൻ എൻ്റെ ലൈവിൽ പറഞ്ഞതാ, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് വിട്ടു. അതുകൊണ്ട് ഇനി എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാനും താല്പര്യമില്ല. മനസ്സിലായോ? വേറെ അതിൽ എന്താ പറയുക, അതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത രീതിനെ പറ്റി കളിയാക്കുക, അല്ലെങ്കിൽ ഞാനത് സീരിയസ്ലി എനിക്ക് ഫീൽ ബാഡ് അടിച്ചുകൊണ്ടാണ് ഞാനതൊരു കഥയൊക്കെയാണ് തന്നെ പറഞ്ഞത്. മണൽത്തരിനെ പറ്റിയൊക്കെ അതൊക്കെ ഇങ്ങനെ ലൈവിലിരുന്ന് കണ്ട് അതൊക്കെ ഒരു മോക്കിംഗ് വേലക്ക് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് എവർ ഹി ക്യാൻ ഹിസ് ഓൺ ലൈവ് ചിൽ വിട്. നമുക്ക് കൈസ് നമ്മളെ ഓഡിയൻസ്, നമുക്ക് നിങ്ങൾ കാണേണ്ട ആൾക്കാരോട് മാത്രമേ നമുക്ക് സംസാരിക്കാറുള്ളൂ. അല്ലാതെ അപ്പുറത്തുള്ള ആൾക്കാരൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യം നിലവിൽ എനിക്കില്ല. കാരണം അവിടെ ഇപ്പം എന്തെന്നെ മല പറഞ്ഞാലും ഹി വിൽ ബി ദ ഗ്രേറ്റ് ഫോർ ദം. അപ്പം എനിക്ക് അതിനൊന്നും എസ്പെഷ്യലി പ്രത്യേകിച്ച് പറയാനില്ല. മനസ്സിലായോ? വേറെ എന്തോ ഒരു കാര്യം കൂടി പറയണമെന്ന് കരുതിയിരുന്നല്ലോ. പിന്നെന്തോ ഒരു സാധനം പറഞ്ഞു കേട്ടില്ല. എന്താണ് ഗ്യാങ് ഫോം ആവുന്നതിനെ പറ്റി. ബ്രോ, നമ്മൾ മോണിറ്ററിങ് പീരീഡിലാണ്. നമ്മൾ ഗ്യാങ് ഫോം ആവില്ല എന്നുള്ളതൊക്കെ സെക്കൻഡറി തന്നെയാണ്. അത് സെർവർ ക്രൈറ്റീരിയ വെച്ചുകൊണ്ട് ഗ്യാങ് ഫോം ആവേണ്ടതുമാണ്. പിന്നെ ഗ്യാങ് ആയതുകൊണ്ടൊന്നും ഇവിടെ കളിക്കൂല എന്നൊക്കെ പറയാറുണ്ട് കഴിഞ്ഞാൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അതൊന്നും അത്ര നല്ലതല്ല. ആക്ച്വലി അതൊരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ആവും എന്ന് തോന്നി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എന്താ പറയുക MRC ചെയ്തൊരു മിസ്റ്റേക്ക് ഞാൻ ഇവിടെ ചെയ്യൂല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഈ ലെഗസിനെ പറ്റിങ്ങാണ്ടും 6 ഇയേഴ്സിനെ പറ്റിങ്ങാണ്ടും അല്ലെങ്കിൽ അവരെ വേ ഓഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരെ ഗ്യാങ്ങിനെ കൊണ്ടുപോകുന്ന ജേണിനെ പറ്റിയിട്ടൊന്നും എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പുതിയ ഒരു ഓർഗും പുതിയ കാര്യങ്ങളായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആയിട്ട് പോകാൻ നിൽക്കുക. അപ്പോൾ എനിക്ക് ഇത് നന്നായി കൊണ്ടുപോകണം എന്നുണ്ട്. അപ്പോൾ എനിക്ക് ബെസ്റ്റ് ആക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് എന്തായാലും ഒബ്വിയസ്ലി ഉണ്ടാവും. ഞാൻ ഇതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ളത് ഇത് കംപ്ലീറ്റ്ലി എൻ്റെ കയ്യിൽ തന്നെയാണ്. അപ്പം അത് എനിക്ക് ബെസ്റ്റ് ആക്കണം എന്നുണ്ട്. അത്രേ ഉള്ളൂ. അതിൽ അത് പേടി എന്നൊന്നും ഞാൻ പറയണില്ല. ഒരിക്കലും പേടിയൊന്നും ആയിക്കോളണം എന്നൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗ്യാങ് ഫോം ആവൂല അല്ലെങ്കിൽ ഫോം ആക്കൂല എന്നൊക്കെ പറയണത് അതൊക്കെ ഒരു ചീപ്പ് പരിപാടിയാണ്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്യാങ് ഫോം ആക്കിയിട്ട് സിറ്റിയിൽ തീർക്കുക, അത്രയല്ലേ ഉള്ളൂ. നമ്മളെ സൈഡിൽ നിന്ന് ഒരാൾ പോലും ഒരു OC ആയിങ്ങാണ്ടും അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കാൻ വരൂല. അത് ഞാൻ തരുന്ന ഉറപ്പാണ്. അത് ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ലല്ലോ ഇവിടെ എന്തായാലും. അത് നമുക്ക് പാസ്റ്റിൽ പറ്റിയ മിസ്റ്റേക്ക് ഒന്നും നമ്മൾ റിപ്പീറ്റ് ചെയ്യൂല. അതന്നെ എനിക്ക് ഈ കേസിൽ പറയാനുള്ളൂ. അതുകൊണ്ട് പറ്റുമെങ്കിൽ അതൊരു കോമ്പറ്റീഷനോ അല്ലെങ്കിൽ ഒരു നല്ലൊരു അറ്റ്ലീസ്റ്റ് നല്ലൊരു ഫൈറ്റെങ്കിലും അല്ലെങ്കിൽ സിറ്റിക്കകത്ത് നല്ലൊരു ഗ്യാങ്ങും കൂടി വരാൻ പറ്റുമോ നോക്കുക, അത്രയല്ലേ ഉള്ളൂ. അത് ഫോം ആക്കുകയല്ലേ, അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിട്ട് അത് അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഈ ഗ്യാങ് ഫോം ആവില്ല എന്നൊക്കെ പറയാറുണ്ട് കഴിഞ്ഞാൽ അതിലൊന്നും എനിക്ക് പേഴ്സണലി എനിക്കത് ഒട്ടും ഒരു നല്ല ഇതായിട്ട് തോന്നിയില്ല. എനിവേ അത് വിട്. കാരണം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എനിക്ക് ഈ പറയണ ഞാൻ പറഞ്ഞുതരാം. കാസ്ട്രോക്ക് ഇന്നിപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു, ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഞാൻ അതിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ ബന്ധം കീപ്പ് ചെയ്തിരുന്ന ഒരാളാണ്. ഇവിടെ വീട്ടിൽ വരലുണ്ടായിരുന്നു. ഇവിടെ 2-3 ദിവസമൊക്കെ നിന്ന് പോണ ആളായിരുന്നു. റാംബോ ആയിക്കോട്ടെ, ഷമീർ ആയിക്കോട്ടെ, ഈ പറയുന്ന സായിപ്പിനൊക്കെ സ്റ്റിൽ നിങ്ങൾക്ക് മെസ്സേജ് ചോദിച്ചൊക്കെ അറിയാം. സായിപ്പിനൊക്കെ ഞാൻ അങ്ങനെ ട്രീറ്റ് ചെയ്ത ഒരാളാണ്. സായിപ്പിന് AKFന്റെ പരിപാടിക്ക് വന്നപ്പോൾ പോലും ഞാൻ അങ്ങനെ പുള്ളിനെ ഞാനൊക്കെ കൊണ്ടുനടന്നതിന്. അതേപോലെ ഈഗിളിനെയാണെന്നുണ്ടെങ്കിലും എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ്. ഇപ്പം ഞാൻ ഒരു ഓപ്പൺ ആയിട്ടൊരു കാര്യം പറയാം കഴിച്ചു. ഞാൻ ലാസ്റ്റ് ടൈം ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഒറ്റ പോയിട്ടുള്ളൂ. അന്ന് ഈഗിളിൻ്റെ വീട്ടിൽ പോയപ്പോൾ പോലും ഈഗിള് രാത്രി ഞങ്ങൾ 1 മണിക്കോ എന്തോ ആണ് അവിടെ എത്തുന്നത്. രാവിലെ 6 മണി 5 മണി വരെ എന്തോ ഞങ്ങളവിടെ ഉണ്ട്. 5-6 മണിക്കൂർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തതിൽ പുള്ളി രാത്രി 3 മണിക്ക് പോലും ഈവൻ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഫുഡ് കഴിപ്പിച്ചിട്ടാണ് വിട്ട്. ആ ഒരു കാര്യത്തിൽ ഞാൻ പറയാലോ, അങ്ങനത്തെ ഒരു ട്രീറ്റ് ഒന്നും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കമ്പയർ ചെയ്യുമ്പം ഈ പറയുന്ന ഞാൻ ആരൊക്കെ ഞാൻ പേരെടുത്തൊന്നും പറയട്ടെ, ആരുടെ എനിക്ക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് എന്താ പറയുക കൺസിഡറേഷൻസ് അല്ല, ലൈക്ക് ഒരു ട്രീറ്റ് ചെയ്യുന്ന പോലെ ഒന്നും എനിക്ക് ആരെയൊന്നും നല്ല രീതിയിൽ കിട്ടിയിട്ടില്ല. അതൊക്കെ പുള്ളിൻ്റെ ഒരു നല്ല ക്യാരക്ടറായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഗ്യാങ് സ്പ്ലിറ്റപ്പ് ആയപ്പോൾ പോലും ഒരു സജഷൻ, കാരണം ഈ ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ 5-6 വർഷമായിട്ട് നിൽക്കുന്ന ഒരാളും ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ഒരു കൺസൾട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ പുള്ളിനെയൊക്കെ വിളിച്ച് ഞാൻ കൺസൾട്ട് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. അതൊക്കെ
അതൊക്കെ അതിൻ്റെതായ വഴിയിൽ എനിക്ക് ആ പുള്ളിനോട് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ അലക്സിനെ കൊണ്ടതിൻ്റെ പേരിലോ ഇല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ പേരിലൊന്നും പുള്ളിനോട് ഹെയ്റ്റോ ഇതൊന്നുമില്ല. ഗ്യാങ് ഫോം ആവുക, ഗ്യാങ്ങിൻ്റെ വഴിക്ക് പോവുക. അതിലെന്തെങ്കിലും ചിലപ്പോൾ റിക്രൂട്ട്സ് ആരെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ എടുക്കും. നിങ്ങൾക്ക് അറിയില്ല ഗൈസ്, കമ്മ്യൂണിറ്റിയിൽ ഇനി പ്ലേയേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ ഉള്ളിൽ കിട്ടാവുന്നതിലൊക്കെ നല്ല ഏതെങ്കിലുമൊക്കെ നോക്കിയിട്ട് എടുക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ ദാമുവിൻ്റെ കേസൊന്നും നമ്മൾ സംസാരിച്ചിട്ട് പോലുമില്ല. പുള്ളി എന്താ അങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ എന്തായാലും സംസാരിച്ചിട്ടില്ല. ഈ പറയുന്ന കേസ് ആരെടുത്തും ഞാൻ സംസാരിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. പിന്നെ പുള്ളി എന്തുകൊണ്ട് അത് പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ആരല്ലോ പറഞ്ഞു, ഇപ്പം ഗ്രൂപ്പിലൊക്കെ പറഞ്ഞു കേട്ടു. ഈ ഒരു മിനിറ്റ്, ഡിസ്കോഡിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടെ വെൽക്കം ഈ ഇതിൽ ജോയിൻ ചെയ്തിരുന്നു ദാമു. അത് ദാമു അല്ല, അത് ദാമുവിൻ്റെ ഏതോ ഫേക്ക് ഐഡിയ ആണ്. ദാമു PP എന്ന് പറഞ്ഞാണ്ട് ആരോ ഫേക്ക് അക്കൗണ്ട് ആക്കിങ്ങാണ്ട് ഇവിടെ ആരോ വെൽക്കത്തിൽ വന്നതാണ്. അതൊക്കെ അപ്പോത്തിന് കൊണ്ടുവന്നാണ്ട് ദാമു ആണെന്ന് കരുതിങ്ങാണ്ട് ഇരിക്കണ്ട. ദാമു അങ്ങനെയൊന്നും നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ട് പോലുമില്ല. നമുക്ക് പ്ലേയേഴ്സിനെ കിട്ടാനല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഉള്ളതിൽ നല്ല പ്ലേയേഴ്സിനെ എടുക്കാമെന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. പിന്നെ ക്വാർട്ടറിനെ ഞാൻ തിരിച്ചു വിളിച്ചിരുന്നു ഗൈസ്, ഓപ്പൺ ആയിട്ട് പറയാം. ക്വാർട്ടറിനെ ഞാൻ തിരിച്ചു വിളിച്ചിരുന്നു, പക്ഷെ ക്വാർട്ടർ വരൂല. ക്വാർട്ടറിന് എന്താ പറയുക, വരൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓന് നല്ല രീതിക്ക് തന്നെ സംസാരിച്ചത്. ഓൻ ആഗ്രഹമുണ്ട്, പക്ഷെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു മിസ്റ്റേക്ക് ചെയ്യാൻ പറ്റൂല. ഓൻ ഈ പറഞ്ഞ പോലെ മുമ്പ് AKMന്റെ ലീഡറായിരുന്നു. AKMന്ന് ഇറങ്ങിയിട്ടാണ് ഇതേപോലെ KVL പോയത്. അന്ന് AKMലുള്ള ആൾക്കാരായിട്ട് ഇതേപോലെ കുറേ ഇഷ്യൂസ് ഉണ്ടായതാണ്. അത് കഴിഞ്ഞ് പിന്നെ KVന്റെ ഒരു ടൈമിൽ ഇതേമാതിരി MRG വന്നു. പിന്നെ MRGന്നും പോയി, പിന്നെയും തിരിച്ച് MRG കയറണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ECയിൽ കയറിയതാണ്. അപ്പം അവിടുന്ന് അവൻ ലൈഫിൽ ചെയ്തൊരു മിസ്റ്റേക്ക് അവന് ചെയ്യാൻ ഇനി പേഴ്സണലി താല്പര്യമില്ല എന്നുള്ളത് അവനും പറഞ്ഞു. ഓക്കെ, എനിവേ അത് അവൻ്റെ ചോയ്സാണ്. നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും അവൻ്റെ അടുത്ത് കമ്പൽ ഒന്നും ചെയ്തിട്ടില്ല. അവന് വരാൻ താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. അതവിടെ വിട്ടു. അത്രയൊക്കെ ഉള്ളൂ അതിൻ്റെ കാര്യങ്ങൾ. അപ്പം അതിന് പിന്നെ ഇപ്പം ഞാനെന്താ ഒരു 1.5 മിനിറ്റും ഇല്ല. ഞാൻ ആക്ച്വലി ലൈവില് എൻ്റെ ഈഗോ ഹേർട്ടാക്കി എന്നുള്ള രീതിയിൽ എന്തോ മിഞ്ഞാന്ന് ഞാൻ മാസം അടിച്ചതാണ് പ്രശ്നം തോന്നുന്നുണ്ട്. അതാണ് ഇപ്പൊ ഇത്ര പ്രശ്നമായത് തോന്നുന്നുണ്ട്. എല്ലാവരും സിനിമയിലും അവനാ നടൻ എന്ന് പറഞ്ഞ മാതിരി നമ്മളെ സ്ട്രീമിങ്ങില് നമ്മളെ ഓഡിയൻസിന്റെ മുമ്പിൽ നമ്മളാണ് നടൻ. അപ്പോൾ നമ്മളെ ഓഡിയൻസിന്റെ ഇടയിൽ മാസം അടിക്കാനും പറ്റാത്ത അവസ്ഥയായി വരികയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരി അതിനൊക്കെ വരുന്നത് ആക്ച്വലി. അപ്പൊ എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല. എനിക്കിപ്പോൾ ഞാൻ അതിലൊന്നും ആരോടും ഹെയ്റ്റ് ഇല്ല. കാരണം ഒരു ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ആവശ്യമില്ലാത്ത അനാവശ്യ കോൺട്രവേഴ്സികളിലൊന്നും തലയിടാൻ പേഴ്സണലി താല്പര്യമില്ല. അതൊക്കെ അതിൻ്റെതായ വഴിക്ക് പോട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. മൈക്ക് ആപ്പിളിലാണെന്നോ? ഇതന്നെ ഉള്ളൂ. മൈക്ക് മാറ്റിയിട്ടില്ല. ഇനി പേരിന്ന് പുറത്തിറങ്ങാൻ ടൈം കിട്ടല്ലേ കൈസ്. പിന്നെ ഈ ആമസോണിലൊക്കെ ഓർഡർ ചെയ്യണം മൈക്ക്, അതിനൊന്നും ടൈം കിട്ടിയില്ല. എല്ലാം നല്ലതിന്. അതെ, നമുക്ക് നമ്മളെ കാര്യങ്ങളായിട്ട് പോവാം. അതൊക്കെ പുള്ളി എന്തെങ്കിലും ഇതിന്റെ പുറത്ത് പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മെക്ക മതി ബോസ് എന്നാ ഞാൻ പറയാം ഗൈസ്. ഇന്ന് എന്തായാലും അർപ്പില്ല. ഞാൻ പറയാ, ഒന്നാമത് എനിക്ക് സിറ്റി കയറാനേ കഴിയുന്നില്ല. ഭയങ്കര ഇഷ്യൂ സിറ്റി. എനിക്ക് DNS ഓപ്പൺ ആക്കണം. ഈ DNS അല്ല, വാർപ്പ് ഓപ്പൺ ആക്കണം. വാർപ്പ് ഓപ്പൺ ആക്കിയാൽ മാത്രമേ എനിക്ക് ഇത് വരുള്ളൂ, ലൈവ് കട്ടാവും. അതുകൊണ്ട് എനിക്ക് ഇനി പേഴ്സണലി കഴിയൂല. ഞാൻ കുറച്ച് നേരമൊക്കെ നേരത്തെ കയറി ഇരുന്ന് നോക്കി TDM കളിക്കാൻ വേണ്ടിയുണ്ട്, പക്ഷെ TDM ഒന്നും ഇല്ല. അപ്പൊ പിന്നെ ഞാൻ അതിന് ഇറങ്ങി. നമുക്ക് ചുമ്മാ വേറെ എന്തെങ്കിലും ഗെയിംസ് കളിക്കാൻ ഞാൻ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ. ഞാൻ ഇന്ന് ലൈവ് വരണമെന്ന് കരുതിയതല്ല, പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടതുകൊണ്ട് ഞാൻ ലൈവായി കണ്ട് വന്നു എന്നുള്ളൂ. താങ്ക് യു ഫോർ ദ 500 കിക്ക് പോയിന്റ്സ്. മാസഡി ഈസ് പ്രൊഹിബിറ്റഡ്. മിണ്ടാൻ തിരിഞ്ഞ നമ്മ ഒന്നും പറയണ്ട, മനസ്സിലായോ? കിൽ ദം വിത്ത് യുവർ സക്സസ്, ബറി ദം വിത്ത് യുവർ സ്മൈൽ എന്നാണ്. അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ചിരിച്ച് തള്ളിയാൽ മതി. ഇതിനൊന്നും എനിക്ക് പറയാല്ല. നമ്മൾ ഗ്യാങ്ങൊക്കെ ഫോമായി സിറ്റിയിലൊക്കെ വരട്ടെ. നമുക്ക് സിറ്റിക്കകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സിറ്റിക്കകത്ത് തീർക്കുക. അല്ലാതെ എനിക്ക് അതിനെ പറ്റിയൊന്നും കൂടുതലൊന്നും പറയാനൊന്നുമില്ല. സിനിമാറ്റിക്, അത് പറഞ്ഞപ്പോളാ സിനിമാറ്റിക് ഇന്ന് ചെയ്യാൻ വേണ്ടി ഇന്നലെ ലൈവ് നേരത്തെ നിർത്തി മാലിക്കിനെ വിളിച്ചപ്പോൾ മാലിക് ബാഗും തൂക്കി നാട്ടിലേക്ക് പോയിന്. അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ, മാലിക്കിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേസ്. അപ്പോൾ ആ ഇഷ്യൂസിൻ്റെ പേരിൽ അവൻ്റെ അമ്മ കുറച്ച് നേർച്ചയും വഴിപാടൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളായിട്ട്
ഏതൊക്കെ അമ്പലത്തിലൊക്കെ വഴിപാടൊക്കെ നേർന്നില്ല. അപ്പൊ അതിന് കണ്ണൂരൊക്കെ പോകണം എന്ന് പറഞ്ഞു ഇന്നലെ രാത്രി തന്നെ വിട്ടു. ഞാനത് അറിഞ്ഞിട്ടില്ല. എന്നിട്ടും ഞാനത് തീർക്കുക, കാരണം ഇന്ന് ഞങ്ങൾക്ക് ഒരു ഉറപ്പ് തന്നതിന്റെ പേരിൽ തീർക്കാൻ വേണ്ടി നോക്കിയതുകൊണ്ട് സ്റ്റിൽ ഇവിടെ ഈ LOW എന്ന് പറയുന്നത് സിദാനാണ്, നമ്മളെ KVL സിദാനാണ്. ഓൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓനെ കൊണ്ട് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. 3.5 മണിക്കൂറായിട്ട് ഇവിടെ ആളുണ്ട്. ഉച്ചക്ക് തുടങ്ങിയതാണ് ഞാൻ മാലിക്കിനെ വിളിച്ച് ഏൽപ്പിച്ചാൽ തുടങ്ങിയിട്ട്, പക്ഷെ നടന്നിട്ടില്ല. ഡിസപ്പോയിന്റഡ് ആവണ്ട, ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ സിറ്റുവേഷൻ അങ്ങനെ ആയി പോയില്ലേ ഗൈസ്, എന്ത് ചെയ്യാൻ പറ്റും? സിദാൻ ചെയ്തോണ്ട് നിൽക്കുന്നുണ്ട് ഗൈസ്. ഇന്ന് ചെയ്യാൻ പറ്റിയില്ല, അപ്പൊ എന്തായാലും നാളെ തരാം. ഞാൻ പിന്നെ ഇതൊക്കെ പാടായിട്ട് എനിക്കും ബാഡായിരുന്നു. അതൊന്നുമില്ല ഗൈസ്, ചുമ്മാ നമ്മൾ RG7 ഒരു എന്താ പറയാ ഗ്യാങ് ഫോം ആവുന്നതിന് മുമ്പ് ഒരു ട്രെയിലർ പോലെ ചുമ്മാ ഒരു